ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വൈബ് സോൺ. ഗൈസ്, എനിക്കറിയാം നിങ്ങളെല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നത്, ഇവൻ കുറേ നാൾ വന്ന് വ്ളോഗ് ചെയ്യും, എന്നിട്ട് ഡെയിലി വ്ളോഗ് ചെയ്യുന്നൊക്കെ പറയും, പിന്നെ വീണ്ടും പോവും, പിന്നെയും വരും, പിന്നെയും പോവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. യെസ്, ശരിയാണ്. ഞാൻ അന്ന് ജോലി തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞത് മാക്സിമം ഞാൻ നോക്കട്ടെ, ഞാൻ എൻ്റെ ജോലി തിരക്കൊക്കെ അനുസരിച്ചിട്ട് ഞാൻ ഇനിയും വീണ്ടും ബാക്ക് ടു വ്ളോഗിങ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ജോലി സിറ്റുവേഷൻ വെച്ചിട്ട് എപ്പോഴാണ് ജോലി മാറുന്നതെന്ന് പറയാൻ പറ്റില്ല, എപ്പോഴാണ് ലൊക്കേഷൻ മാറുന്നതെന്ന് പറയാൻ പറ്റില്ല, എപ്പോഴാണ് ഷെഡ്യൂൾ മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനുള്ള ജോലിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് നാളെ ഞാൻ വ്ളോഗ് ചെയ്യും, അടുത്ത ഇന്ന മാസത്തിൽ ഇന്ന ഡേറ്റ് വരെ എനിക്ക് വ്ളോഗ് ചെയ്യുന്നതൊക്കെ പറയാൻ പറ്റില്ല, എപ്പോഴാണ് മാറുന്നതെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആണ് ഞാൻ പറഞ്ഞത്, ഗൈസ് ഇപ്പം ഞാനൊരു പോസ്റ്റ് എടുക്കുകയാണ്, എന്നിട്ട് ഞാൻ ഫ്രീ ടൈം കിട്ടുമ്പോൾ ബാക്ക് ടു വ്ളോഗിങ് വരും എന്നുള്ളത്. അങ്ങനെ ഞാനിതാ വന്നിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഒരു സർപ്രൈസാണ്, പെട്ടെന്നുള്ളൊരു സംഭവമാണ്. ഓക്കെ, ഈ വീഡിയോയിൽ ഞാൻ നാട്ടിലേക്ക് പോവാണ്. ഓക്കെ, ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഇന്നാണ് ആക്ച്വലി ഞാൻ പറക്കുന്നത്. 2 ദിവസം മുന്നേ എൻ്റെ അനിയനും അമ്മയും നാട്ടിൽ പോയി, അവർ വീട്ടിലെത്തി, കണ്ണൂരെത്തി. ഞാൻ ഇന്നാണ് പറക്കുന്നത്. അത് പക്ഷേ എൻ്റെ കസിൻസിന് അറിയില്ല. കസിൻസിനോട് ഞാൻ പറഞ്ഞിട്ടില്ല. അവർക്കൊരു സർപ്രൈസാണ്. പക്ഷേ ആക്ച്വൽ സർപ്രൈസ് അടുത്ത വ്ളോഗിലാണ്. ഓക്കെ, ഇന്ന് ജസ്റ്റ് ഒരു ട്രാവൽ പരിപാടിയാണ്. ഇവിടുന്ന് പോകുന്നു, നേരെ ആംസ്റ്റർഡാമിൽ പോകുന്നു. ആംസ്റ്റർഡാമിൽ നിന്ന് നമ്മൾ നേരെ ബാംഗ്ലൂർ എത്തുന്നു. അതുവരെ ആയിരിക്കും ഈ വ്ളോഗ്. അത് കഴിഞ്ഞിട്ടുള്ളൊരു വ്ളോഗ് ഉണ്ട്. അത് നിങ്ങൾക്കൊരു സർപ്രൈസാണ്, വീട്ടുകാർക്കൊരു സർപ്രൈസാണ്, കസിൻസിൻ്റെ ഒരു സർപ്രൈസാണ്. അത് ആകെ അറിയുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അത് ഞാനിപ്പോൾ എന്താണെന്ന് റിവീൽ ചെയ്യുന്നില്ല. അത് ഞാൻ നാട്ടിലെത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചുകൊണ്ട് ആ വ്ളോഗ് തുടങ്ങും. ഓക്കെ, ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ ഏകദേശം 3 മാസത്തോളം ആണ് ഞാൻ നാട്ടിൽ പോകുന്നത്. അത് ഉറപ്പായിട്ടില്ല. ഞാൻ റിട്ടേൺ ടിക്കറ്റ് ഒന്നും എടുക്കാണ്ടാണ് പോകുന്നത്. എൻജോയ് ചെയ്യണം, ബിസിനസ് ഡെവലപ്പ് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നാട്ടിൽ പോകുന്നത്. ഇനി അങ്ങോട്ട് ട്രിപ്പ്, ഫൺ, വൈബൊക്കെ ആയിരിക്കും ഇനി അങ്ങോട്ട്. ഓക്കെ, ജോലി ഞാൻ ഇന്നലെ വിട്ടു. ഇന്നലെ ആയിരുന്നു എൻ്റെ ലാസ്റ്റ് ഡേ. ഇന്ന് ഫ്രീ ആണ്. ഇന്നാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് എക്സൈറ്റഡ് അല്ലേ? ഇപ്പോൾ ഏകദേശം 10-10:30 സമയം. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് വരും. എന്നിട്ട് അപ്പോഴേക്ക് ഞാൻ കുളിച്ച് റെഡി ആയി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരെ എയർപോർട്ടിൽ പോകുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ട്രാവലായിരിക്കും കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, സന്തോഷമുണ്ട് തിരിച്ച് വ്ളോഗിങ്ങിലേക്ക് വരാൻ. അത് ഭയങ്കര ഞാൻ മിസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, 10-12 മണിക്കൂർ ഒരു ദിവസം ജോലി, 2-3 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ട് ട്രാവൽ, എല്ലാം കൂടി എനിക്ക് പറ്റുന്നുണ്ടായില്ല. എത്രയൊക്കെ ശ്രമിച്ചാലും എനിക്ക് പറ്റുന്നുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ അതൊന്ന് പോസ് ചെയ്ത് വീണ്ടും ഒരു എനർജിയോടുകൂടി തിരിച്ചു വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഗ്യാപ്പ് എടുത്തത് കേട്ടോ. ഇനിയും ഇങ്ങനെ ഗ്യാപ്പുകൾ വരും. എനിക്ക് എപ്പോഴാണോ ഇതൊരു പണിയായിട്ട് തോന്നുന്നത് അന്നേരം ഞാനൊരു ഗ്യാപ്പ് എടുക്കും. അതുപോലെ തന്നെ എൻ്റെ ജോലീൻ്റെ ഒക്കെ ഷെഡ്യൂളിനനുസരിച്ച് ആയിരിക്കും ഞാൻ വ്ളോഗിങ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡെയിലി വ്ളോഗ് വരുന്നോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കണ്ടൻറ്റ് വരുന്നോ ഞാൻ വാഗ്ദാനം ഇപ്പോൾ തരുന്നില്ല. ഫ്രീ ടൈം എപ്പോൾ കിട്ടുന്നു അന്നേരം ഞാൻ വ്ളോഗ് ചെയ്യും. എനിക്ക് ഹാപ്പിയാണ് ഞാൻ വ്ളോഗ് ചെയ്യാൻ. ഓക്കെ, കാണുന്ന നിങ്ങളും ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു. കുറേ നാളായി കണ്ടിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? സുഖമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? അല്ലേ? ഹാപ്പി അല്ലേ നിങ്ങൾ? ശരിക്കും ഹാപ്പി അല്ലേ? അതറിഞ്ഞാൽ മതി കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കുക, പ്രശ്നങ്ങളൊക്കെ നേരിടുക, സെറ്റാക്കിക്കുക. ഓക്കെ, നമ്മൾ ഡോഡ്ജി കുട്ടനെ ഞാൻ വാഷ് ചെയ്ത് നല്ല ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട് ഗൈസ്, ഇതിൻ്റെ മുകളിലൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചുകളുണ്ട്. ഒന്നാമതെ വണ്ടി പഴയതായി തുടങ്ങി, പെയിൻറ്റ് ഫെയ്ഡായി തുടങ്ങി. പിന്നെ ഇതണ്ട സ്ക്രാച്ചസ് ഉണ്ടോ? ഇതൊക്കെ എവിടുന്ന് വരുന്നതെന്ന് വെച്ചാൽ ഒരു പൂച്ചയുണ്ട്. ആ പൂച്ചനെ ഞാൻ കാണുവാണ്, അതിനെ ഞാൻ വെടിവെച്ച് കൊല്ലും. ആ പൂച്ച വന്നിട്ട് ഞാൻ ഇല്ലാത്ത സമയം ഡോഡ്ജിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് അഭ്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതിനെ ഞാൻ ഇനി കാണുവാണെങ്കിൽ ഞാൻ തട്ടും. വെറുതെ പറഞ്ഞാണ് ഗൈസ്. അപ്പോൾ വണ്ടി മൊത്തം ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. വണ്ടിക്ക് കുറേ പണികളൊക്കെ ഇനി ചെയ്ത് തുടങ്ങണം. പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം. കുറച്ച് പഴയതായി വണ്ടി, കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് മാറ്റാൻ വേണ്ടിയിട്ട്. അതൊന്നിപ്പം ഞാൻ ചിന്തിക്കുന്നില്ല. പിന്നീട് മാറ്റി വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ അന്ന് വെച്ച ബമ്പറിൽ ഇപ്പം പൊട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതാ പെയിൻ്റൊക്കെ പോയി തുടങ്ങിയണ്ട. സാറില്ല, കുഴപ്പമില്ല. ഇപ്പം 2018 വാങ്ങിയ വണ്ടിയാണ്. 7 കൊല്ലമായി വണ്ടി വാങ്ങിയിട്ട്. ഒരു സീനുമില്ല. അത്രയും നാൾ നല്ല ക്ലീൻ ആയിട്ട് എവിടെയും എന്താ പറയുക, അപകടങ്ങളല്ല, എവിടെയും നമ്മളെ വഴിക്കിട്ടില്ല ഈ വണ്ടി. നല്ല ജെനുവിനായിട്ടുള്ള വണ്ടിയാണ് എന്നെ പോലെ. ഈ ഐഫോൺ ആർക്കാന്നറിയോ? നമ്മളെ ഗിവ് അവേ വിന്നർ, അവന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി 16 Pro ആണ് പറഞ്ഞത്. 16 Pro പക്ഷേ എന്താ പറയുക, അവൈലബിൾ അല്ല, മാർക്കറ്റിൽ അവൈലബിൾ അല്ല. പിന്നെ എനിക്ക് 17 Proനേക്കാളും ഇഷ്ടം 16 Pro ആണ്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എടാ 16 Pro ആണ് കുറച്ചുകൂടി ബെറ്റർ, പക്ഷേ നിങ്ങൾക്ക് 17 Pro വേണമെങ്കിൽ 17 Pro. അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് 17 Pro മതി, സിൽവർ മതി. അപ്പോൾ 17 Pro സിൽവർ നമ്മളിത് നാട്ടിൽ പോയിട്ട് അവന് കൊണ്ടു കൊടുക്കും. തൃശ്ശൂരിലെ മച്ചാനാണ്. ഓക്കെ, നമ്മളെ ഗിവ് അവേ വിന്നർ, വൈബ് സോൺ ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ ഗിവ് അവേ വിന്നർ. ഓക്കെ, അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഞാൻ നാട്ടിൽ കൊണ്ടുവന്ന സാധനം, ഇത് എനിക്ക് വേറൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് ചെറിയൊരു സംഭവമാണ്, ചെറിയ നൈഫ് വെറുതെ വാങ്ങിയ ഗൈസ്. അപ്പോൾ പാക്കിങ് ഇതാ, പെട്ടി ഓൾ ഡൺ, ഫുള്ളി പാക്ഡ്. എനിക്കിനി ഹാൻഡ് ബാഗ് പാക്ക് ചെയ്യണം. ഇതെടുക്കണോ എന്നുള്ള കൺഫ്യൂഷൻ. ഇതെടുക്കാം. പിന്നെ അതാ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്.
പേഴ്സ്, ഗോപ്രോ പരിപാടികളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബാറ്ററി ചാർജർ കാര്യങ്ങളൊക്കെ. ലാപ്ടോപ്പ് ഉണ്ട്, പക്ഷേ ഞാൻ ചിലപ്പോഴേ ലാപ്ടോപ്പ് എടുക്കുകയുള്ളൂ. ഫോൺ ചാർജിങ് ആണ്. ഇപ്പോൾ സമയം ഏകദേശം ലെറ്റ്സി 10:54. അപ്പോൾ 11 മണിയായി. വിത്തിൻ 1 hour എനിക്ക് റെഡി ആവണം. പിന്നെ ഈ പാക്കിങ് കഴിയണം. പാക്കിങ് എന്ത് പാക്ക് ചെയ്യുമെന്നാണ് ഞാൻ ആക്ച്വലി നാട്ടിലേക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഡ്രസ്സുകൾ ഇഷ്ടം പോലെയുണ്ട്, പാൻറ്റുകൾ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ഇതൊന്നും നാട്ടിലേക്ക് എടുക്കുന്നില്ല. നാട്ടിലേക്ക് എടുത്ത് തിരിച്ചു വരുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വീണ്ടും നാട്ടിലേക്ക് പോകുമ്പോൾ വീണ്ടും കൊണ്ടുപോയി അങ്ങനെ എടുക്കുന്നതിന് പകരം ഞാനൊരു 1-2 പാൻറ്റുകൾ എടുക്കും, 1-2 ഷർട്ടുകൾ എടുക്കും, അത്രേ ഉള്ളൂ. ഇൻ കേസ് ഫ്ലൈറ്റൊക്കെ ഡിലേ ആയി എവിടെയെങ്കിലും സ്റ്റക്കായി പോകേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇടാൻ്റെ സംഭവം. അല്ലാണ്ട് വേറെ ഒന്നും എടുക്കുന്നില്ല. ബാക്കിയൊക്കെ നാട്ടിൽ പോയിട്ട് നമുക്ക് വാങ്ങാം, എന്നിട്ട് അവിടെ തന്നെ വെക്കാം. അതാകുമ്പോൾ ഈ ലഗേജ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കേണ്ട പരിപാടിയില്ലോ. ഏത് വേണ്ട, അത് വേണ്ട, അത് നമ്മളെ ഇതല്ല, ശരിയല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെക്കണം. വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ ഷൂസൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. വേറെ അങ്ങനെ വലിയ സീനൊന്നുമില്ല. പിന്നെ സ്പീക്കർ എടുക്കണം ട്രിപ്പൊക്കെ പോകുമ്പോൾ. ഇത് വൈബല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവത്തിലാണ് ഞാനുള്ളത്. കുറേ നാളായിട്ട് വ്ളോഗ് ചെയ്യാത്തതുകൊണ്ട് ഭയങ്കര മിസ്സിങ് ആയിപ്പോയി. ഞാൻ എപ്പോഴും ഞാൻ ശ്രീധരനോട് പറയാം വ്ളോഗ് തുടങ്ങണം. പക്ഷെ പറ്റണ്ടേ, എന്ത് ചെയ്യാനാ? പക്ഷേ ജോലി വിട്ടപ്പോൾ ഒരു ആശ്വാസം. അതൊരു 1.5 ജോലിയാകും. അത് വിട്ടപ്പോൾ ഒരു ആശ്വാസമായി. ഇനിയിപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പൊളിക്കാം കേട്ടോ. പിന്നെ എല്ലാവരോടും എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. നാട്ടിൽ വെച്ച് നമ്മളെ കാണുവാണെങ്കിൽ നിങ്ങൾ വന്ന് സംസാരിക്കണം കേട്ടോ. സംസാരിക്കാൻ അങ്ങനെ ഒരു മടിയും കാണിക്കരുത്. സംസാരിക്കണം കേട്ടാ. ഓക്കെ അല്ലേ? വന്ന് സംസാരിക്കാം, നമുക്ക് ചായ കുടിച്ച് പോവാം. ഓക്കെ പാക്ക് ചെയ്യാലേ. ഐഫോണിന് എന്താ പ്രശ്നം എന്നറിയോ? ഇതിങ്ങനെ ബോക്സായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് പൊട്ടിക്കേണ്ടി വന്നു. അത് കസ്റ്റംസ് പിടിച്ചു കഴിഞ്ഞാൽ വലിയ ടാക്സ് നമ്മളെ കൊണ്ട് അടുപ്പിക്കും. അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് ഞാൻ അല്ലാണ്ടാണ് പിന്നെ ഇത് പാക്ക് ചെയ്യുന്നത് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്യുന്നൊരു ഫോൺ എന്നുള്ള രീതിയിൽ എനിക്ക് പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞാൻ ഓൾറെഡി ഗിവ് അവേ കൊടുക്കുന്ന ചെക്കനോട് പറഞ്ഞിട്ടുണ്ട്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ അവർ പിടിക്കുന്നുണ്ട് ഇപ്പോൾ വല്ലാണ്ട്. കാരണം അമേരിക്കയിൽ ആക്ച്വലി ഐഫോണിന് കുറച്ചും കൂടി വില കുറവാണ് നാട്ടിലെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ഗൾഫിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കുറവാണ്. അപ്പോൾ ഇവിടുന്ന് വാങ്ങിയിട്ട് നാട്ടിൽ പോയി മറച്ചു വിറ്റ് കഴിഞ്ഞാൽ അങ്ങനത്തെ വിഷയങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കസ്റ്റംസുകാർ നല്ലോണം പിടിക്കുന്നുണ്ട്. ടാക്സും കൊടുക്കുന്നുണ്ട് വരും. അത് ടാക്സും കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ബോക്സ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെക്കാം ഇതിൻ്റെ ഉള്ളിൽ. ഓ ഈസി യെസ് ഓക്കെ ഗുഡ്. ഇതിനിപ്പോൾ സ്ക്രാച്ച് ആവാതെ വെക്കണം, അതാണ് വേറെ സംഭവം. പിന്നെ ഞാൻ ഇടാൻ പിന്നെ ഞാൻ ഇടുന്നത് ഇതാ ഈ ജാക്കറ്റും ഈ ഒരു സ്വെറ്റ് ഷർട്ടും സ്വെറ്റ് പാൻസും പിന്നെ ഒരു സാധാരണ ടീഷർട്ടും, അതാണ് ഞാൻ ഇടുന്നത്. ഓക്കെ ഇതിപ്പോ ഓണായോ? അപ്പൊ ഇതില് നമ്മള് A380 പോണത് അതോ ഏത് ഫ്ലൈറ്റാ? നീല കളറിലെ ഫ്ലൈറ്റിലാണ് ഇവൻ പോകുന്നത്. ആംസ്റ്റർഡാം. ഓ ആംസ്റ്റർഡാമിൽ പോകും. ഇറങ്ങുമോ അവിടെ? അല്ല ഫ്ലൈറ്റ് ഇറങ്ങുന്നില്ല, നീ ഇറങ്ങുമോ? ഞാൻ ഇറങ്ങുന്നില്ല. അപ്പൊ ആംസ്റ്റർഡാമിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവനെ കാണാൻ പറ്റത്തില്ല. ആംസ്റ്റർഡാമിൽ ആരും ഇല്ല. അജയ് ഇവിടെ ചെക്ക് ഇൻ ചെയ്തോണ്ടിരിക്കുകയാണ്. സഹായിക്കണം, പിള്ളേർക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ കണ്ണടക്ക് മെയിനാവും ജിത്തോട്ടം നേരത്തെ മെയിനായി കണ്ണട വെച്ചിട്ടുണ്ട്. ജിത്തോട്ടം അയ്യോ ബ്രോ ഇതെന്താ വെച്ചാ TV സ്ക്രീനാ? എന്ത് വലുതാണ് ഇത്? നിങ്ങക്ക് കറക്റ്റാ ജങ്കാർ പോലത്തെ മനുഷ്യൻ, കുഞ്ഞു മനുഷ്യൻ. ഇത് വല്ല മറ്റേ ട്രക്ക് പോലത്തെ മനുഷ്യൻ. ഇതൊക്കെ വണ്ടി 2.5 ആൾക്കാരുടെ സീറ്റ് വേണം. സ്വെറ്ററൊക്കെ ഇട്ട് ഇറങ്ങിട്ട് ഓൺ ദ വേ ആണ് എയർപോർട്ടിൽ. അത് ഞാൻ സ്വെറ്റർ എന്തുകൊണ്ടെന്നറിയോ? രാവിലെ കുറച്ച് തണുപ്പുണ്ടായിരുന്നു. ഇപ്പൊ തണുപ്പ് പോയില്ല. ചൂടെടുക്കുന്നത് ചെക്കിൻ ചെയ്യും. ഇപ്പൊ എയർപോർട്ടിൽ എത്തുമ്പോ ചെക്കിൻ ചെയ്യും. എന്താ പൈസ കൊടുക്കേണ്ടി വരുമോ? പരിപാടി നമ്മൾ ചെയ്യാൻ പാടില്ല. അത് ചെക്കിൻ ചെയ്ത് പുതിയൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യും. എനിക്ക് വേണ്ടിയുള്ള ടിക്കറ്റ്. അതെ, നമുക്ക് ഇവിടുന്ന് ഇപ്പോ 1/2 മണിക്കൂറുണ്ട്. 12:30 സമയം. 1 മണിക്കൂർ അവിടെ എത്തും. എന്താ പറ? ഇന്നലെ
ഡോഡി പറഞ്ഞു ഞങ്ങളുടെ ഹോബിയിൽ ഇറക്കാൻ പറഞ്ഞു. പറഞ്ഞു ആ ഡോഡിയുടെ കാലിഫോർണിയ പോയിട്ടുള്ളത്. അത് സോളോ ട്രിപ്പ് അല്ലേ? ഒരു കോൺസെർട്ട് ായിരുന്നു പോട്ടേക്ക്. എയർപോർട്ട് മാറിപ്പോയി. ആശം പേടിച്ചു പോയാ. അത് എത്ര മണിക്കാത്? അത് പോണേ 5 മിനിറ്റ് മുന്നേ. ഇപ്പൊ പറഞ്ഞ യുണൈറ്റഡാ അമേരിക്കനാ ചെക്ക് ചെയ്തേ. ഓ അവിടെ എന്നിട്ട് അങ്ങോട്ട് പോയി. എന്നിട്ട് ലേറ്റ് ആയിരുന്നാ? ഓക്കെ. നിങ്ങൾ എത്ര മണിക്ക് വീട്ടിൽ? ഞാൻ 2:30. 2:30 എന്നെ 11:30 നമുക്ക് പോവാന്ന് പറഞ്ഞ വിളിച്ചായിരുന്നു. 12 മണിക്ക് പോയിട്ട് വരാം. ഞാൻ പിന്നെ ഇന്ന് യാത്രയുള്ള എക്സ്ക്യൂസ് കാരണം ഒരു നൈസായിട്ട് അജയ് പറ്റൂ പിന്നല്ലാണ്ട്. പക്ഷെ കുഴപ്പമില്ല, സുഹൃത്തിനെ കൊണ്ടാക്കാൻ പോയതല്ല. നമ്മള് പോയിട്ട് വന്നില്ലേ? എമർജൻസി കോണ്ടാക്ട് ആഡ് ചെയ്യണം. എമർജൻസി നിന്റെ വെച്ചോടാ. ബോയിങ്ങിലല്ലേ പോണേ? എയർ ഇന്ത്യ, ബോയിങ്, നീ കൊടുക്കണോ? നിനക്ക് പേടിയുണ്ടോ കൊടുക്കാൻ? ആംസ്റ്റർഡാമിൽ വെച്ചിട്ട് നിന്റെ നമ്പർ ലീക്ക് ആവും നിനക്ക് പേടിയുണ്ടോ? എനിക്ക് പേടിയാ. അവിടുത്തെ ആൾക്കാരനെ പിന്നെ വിളിക്കുവോ? അവരെ വിളിക്കാനൊന്ന് ഭയക്കും. ഇതാ ടോള് വഴിയാ പോണേ? വേണ്ടല്ലോ. അല്ല തിരക്കില്ലെങ്കിൽ മറ്റേ രീതി പോയാലും വലിയ ഡിഫറൻസ് ഇല്ല. നമ്പർ ടോൾ ഇട്ടതാ. നാളെ വ്ളോഗിലേക്ക് വന്നിട്ട് എന്നേരം പറയണ്ട പിള്ളേരോട്. ഇങ്ങനെ സത്യം 1 മാസത്തിൽ കൂടുതലായി. എടാ ഞാൻ മിസ്സായി. നിങ്ങളെ കാണുന്ന ആരുടെ വൈബാണ് അടിക്കല് അറിയാടാ? വിക്കി തഗ് ആര് വൈബാ? വേറെ ഉണ്ടല്ലോ. വേറെ ഉണ്ട്. 1 മണിയാകുമ്പോ? ആ മതി. അതല്ല ഓക്കെ അത് മതി. മതി 1 മണിയാകുമ്പോ എത്തിയാ മതി. തിരക്കുണ്ടാവില്ലേ ഭഗവാനെ? അങ്ങനെയല്ല, റോഡിലല്ല, എയർപോർട്ടിൽ. എടാ അതിന്റെ സാധനം നോക്കി, എയർപോർട്ടിൽ തിരക്കുണ്ടോക്കി. 3:30 ഫ്ലൈറ്റ് എടുക്കണ ശ്രീയായ. 3:30 എടുക്കുവോ? എടുക്കും. ഓടിക്കറ ഓടിച്ചാടി എല്ലാം ഓൺ ടൈം. അജയ് ഇപ്പോഴും സമയമുണ്ട് നാട്ടിൽ വരാൻ. അതെ, നാട്ടിൽ വരാൻ ഇപ്പോഴും സമയമുണ്ട്. ഈ മാസം നീ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നല്ല കാലിഫോർണിയ പോവാന്ന് പറഞ്ഞു. ഒരുപാട് ട്രിപ്പായി പോയി. എന്റെ തലേദിവസം വിളിച്ചോളെ നമുക്ക് പോയാലോ. എനിക്ക് നമുക്ക് ന്യൂയോർക്കിൽ ഏതാ നിങ്ങൾ ഏതിലാണ് മറ്റേ എയർപോർട്ടിൽ ബിസി ആണോ നോക്കാൻ വേണ്ടി പറഞ്ഞ? ഇങ്ങനെ ചാറ്റിപ്പിന്നോട് ചോദിച്ചു ഇപ്പൊ തിരക്കാണോ? ബുദ്ധി ഉപയോഗിക്കാനും ചാറ്റിപ്പിറ്റി വേണം. പൊട്ടന്റെ മറ്റേ ട്രാക്കർ ഉപയോഗിക്കും. ഇവനെ അടിച്ചു കഴിഞ്ഞില്ലേ? എയർപോർട്ടിലെത്തി. അങ്ങനെ പറയല, പോയി വരും. അത് തന്നെ വിടപറച്ചിൽ. ഇവിടുന്ന് ഈ വർഷത്തേക്കുള്ള വിടപറച്ചിൽ. വിളിക്കണ്ട, ഭാഗ്യം ഉറങ്ങിയത്. അതെ, എന്നിട്ട് വേണം ടിക്കറ്റ് അടിച്ചത്. ആര് നമ്മള് സംസാരിക്കുന്നേ? അതല്ല പാട്ട്. വെൽക്കം ടു ജോർജസ് ഇന്റർനാഷണൽ. ഒരു ലവഞ്ചും കുടിക്കാല പറ്റിക്കാൻ വേണ്ടിട്ട് പറ്റിച്ചോ നമ്മളെ? അത് അവിടെ എടുത്തുക്കോ. ഇതിനല്ലേ ഉദ്ദേശം. നമ്മൾ അവിടെ നിന്ന് നടന്നു വരിക. ബാക്കിൽ പോലീസിന് വേണ്ടി അവൻ എന്തൊക്കെയോ ആരോടോ പറയുന്നുണ്ട്. അവൻ എയർപോർട്ടിൽ പാട്ടിട്ടോണ്ടിരിക്കുക. പാട്ട് പഠിക്കാൻ തോന്നുന്നു. അവൻ വൈകുന്നേരം എന്തോ ഗാനമേളയ്ക്ക് പോകുന്നുണ്ട്. അതിന് പാട്ട് പഠിക്കുക. പക്ഷെ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. ബ്രോ ഒരാളിൽ ഇരിക്കണം. ഞാൻ ഇരിക്കാം. അല്ല എന്തിനാ ഞാൻ ഇരിക്കുന്നത്? അല്ല ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോകാൻ പറ്റില്ല. നിന്നെ എന്തിനാ കൊണ്ടുപോയിട്ട് നിന്നെ ഇവിടെ ഇറക്കി വിട്ടിട്ട് പോവാ? ഞങ്ങളെന്തിനാ നിന്നെ ഇവിടെ കാത്തിരിക്കുന്നത്? അത് ബാഡായി പോയി. തിരിച്ചു വീട്ടിൽ പോയാലാ വേണ്ട. ഇനി ഞാൻ ദേഷ്യത്തിൽ വണ്ടി കയറും. വലിയ തിരക്കില്ല കേട്ടോ. ഇന്ന് താങ്ക്സ് ഗിവിംഗ് ബ്രേക്ക് ആയതുകൊണ്ട് ഞാൻ തിരക്ക് കുറച്ച് പ്രതീക്ഷിച്ചു. പക്ഷെ വലിയ തിരക്കില്ല. ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. KLM ഫ്ലൈറ്റിലാണ് ഞാൻ പോകുന്നത്. തുറക്കൂല പറ്റിച്ചേ. അത് തുറക്കോ? ഇത് തുറക്കും. ഇതുണ്ട KLM, ബ്രിട്ടീഷ് എയർവേസ് KLM.
ബോർഡിംഗ് പാസ് കിട്ടി. പിന്നെ ബോർഡിംഗ് പാസ് കണ്ടില്ല, കേരളത്തിന്റെ ബോർഡിംഗ് പാസ് കണ്ടില്ല. ഒരു ഫോട്ടോ എടുത്തിട്ട് ക്യാൻസൽ ചെയ്തിരിക്കരുത്. അതാ നമുക്ക് സ്റ്റിക്കർ ഇത് ബാഗേജ് ട്രാക്കിംഗ്. അത് ഞാൻ അതിന്റെ കൂടെ തന്നെ വെച്ചാൽ പറയാം, അല്ലെങ്കിൽ ഇതിൽ ഒട്ടിച്ച് വെച്ചോ. എടുത്ത് വെച്ചോ. നമുക്ക് സെക്യൂരിറ്റി ചെക്ക് ചെയ്യണി, അത്രേ ഉള്ളൂ. ക്ലിയർ എളുപ്പല്ലേ? ക്ലിയറിലുണ്ട്, ഈസിയാ. അറിയാം ഉണ്ടെന്നേ. അത് ഇന്റർനാഷണൽ ട്രാവൽ ഇല്ല, ഡൊമസ്റ്റിക്കിനേ ഉള്ളൂ. ഓക്കെ, സീനില്ല, വലിയ തിരക്കില്ല. എന്നാലും തിരക്കില്ല, അതുകൊണ്ട് സീനൊന്നുമില്ല. 255 ബോർഡിങ്. 255 ഇപ്പത്തെ സമയം ഇപ്പൊ 1 മണിയാ. അല്ലല്ല, കറക്റ്റ് ടൈം. ഞാൻ ഇന്നലെ പറഞ്ഞു വരണ്ട. നിങ്ങൾ ഇന്നലെ പറഞ്ഞ 2 മണിക്കൂർ മുന്നേ വരാനാവട്ടെ അല്ലേ? നമ്മളെപ്പോ എത്തിയത് 1:30 ആകുമ്പോ എത്തത്തുള്ളൂ നമ്മള്. ഓക്കെ, 1/2 മണിക്കൂർ നേരത്തെ എത്തി. ഓക്കെ. ആംസ്റ്റർഡാം 6:62 ഫസ്റ്റത്തെ 3:30 ഫ്ലൈറ്റ്. D18B ഓൺ ടൈം. ആഘോഷിക്കാം ഞങ്ങള്. പോകുമ്പോഴേക്ക് സന്തോഷല്ലേ? എന്ത് തിരക്ക്? ഇന്ന് റെസ്റ്റോറന്റ് മതിയല്ലേ? പക്ഷേ ചെലവാന്നാ പറയണേ. ബ്രോ, ഇതാണ് സുഹൃത്തുക്കള്. ഇവരെയാണോ ഞാൻ സുഹൃത്തുക്കൾ വിളിച്ചത്? ഞാനിവിടെ ഇവര് പോയിട്ട് ശരി. ഹാപ്പി ജേണി. എന്നോട് തന്നെ പോയിട്ട് ജഗദീശന്റെ അനുഗ്രഹിക്കട്ടെ എന്നെ എന്റെ പണി. പോയിട്ടോ. അല്ല എടാ, ഡിസംബറിൽ പറ്റുമ്പോ പറയാ. ശരിടാ, നമുക്ക് ഇതിനകത്ത് കയറാം. നമുക്കിനി ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് പറ്റുമെങ്കിൽ ഒരു ലോഞ്ച് പോയി നോക്കാം. ലോഞ്ച് കിട്ടുമോ നോക്കാം. കിട്ടുവാണെങ്കിൽ നമുക്ക് അതും കൂടി ചെയ്തിട്ട് ഉള്ളിൽ കയറി ഗേറ്റ് പോയിരിക്കാം. അല്ല പിന്നെ നമുക്ക് ഉണ്ടാവുക പേടി. കേസ് എൻ്റെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. TSA പ്രീ ചെക്ക് എന്ന് പറഞ്ഞ സാധനം ഉള്ളതുകൊണ്ടേ ഞാൻ ആദ്യമായിട്ട് അത് ചെയ്യുന്ന കേട്ടോ. ഭയങ്കര ഈസി, ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ നടന്നു പോയത്. ഷൂ വരെ വരണ്ട, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. അതുകൊണ്ട് അത് സെറ്റായി. വാച്ചൊന്നും ഉരിപ്പിച്ചില്ല, എല്ലാം സിമ്പിൾ. ഒരു തിരക്കില്ല കേട്ടോ. ഇന്ന് മിക്കവാറും ഫ്ലൈറ്റിലൊരു മനുഷ്യനുണ്ടാവില്ല, മിക്കവാറും. ലെറ്റ്സ് ഹോപ്പ്. എയർപോർട്ടിലൊന്നും ഒരു തിരക്കില്ല. ഇന്ന് താങ്ക്സ് ഗിവിങ് ആയതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി എല്ലാ കൊല്ലം പോകുമ്പോൾ താങ്ക്സ് ഗിവിന് ഞാൻ ബുക്ക് ചെയ്യും. അതാണ് ഏറ്റവും എളുപ്പം. തിരക്കില്ല, സിമ്പിളായി 2 മണിക്കൂർ തന്നെ അല്ലെങ്കിൽ 1.5 മണിക്കൂർ തന്നെ എത്തിയാൽ മതി. 1:31 കേട്ടോ. 1 മണിക്കൂറും കൂടി കഴിഞ്ഞാൽ 1.5 മണിക്കൂറും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോർഡിങ് തുടങ്ങും. ഒരു തിരക്കില്ല. ഇതിപ്പം ഗേറ്റ് 17ഉം 18ഉമാണ് ഇവിടെ ഉള്ളത്. 2 ഫ്ലൈറ്റിലേക്കുള്ള ആൾക്കാരുണ്ട് ഇത് മൊത്തം. പക്ഷേ ഒരു തിരക്കില്ല. സാധാരണ ഇതൊക്കെ ഫുള്ളാവുന്നതാണ്. ആൾക്കാർ ഇനി വരുമോ എന്നറിയില്ല, പക്ഷേ വലിയ തിരക്കില്ല. ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൻ്റെ തിരക്കില്ല ഇവിടെ. അതുകൊണ്ട് നല്ല സമാധാനത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യാം, എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാം. ഇനിയിപ്പോൾ ബോർഡിംഗ് പാസ് കിട്ടിയാൽ ഇനിയൊന്നും പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനി ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഫ്ലൈറ്റ് വരുമ്പോൾ അവിടെ കാണും, കണ്ടോ, അവിടെ ഇങ്ങനെ വരും. അപ്പോൾ അതിൽ കയറാൻ പോവാ. പിന്നെ അല്ല, ഇനി നാടൻ വൈബ്സ്. ഇനി നാട്ടിൽ പൊളിക്കാം കുറച്ച് നാൾ. ഗൈസ്, ഞാൻ ഫ്ലൈറ്റിൽ കയറി 43D ഞാൻ എൻ്റെ സീറ്റ് സ്വിച്ച് ചെയ്തു. എൻ്റെ ഫ്രണ്ടിലായിരുന്നു. പിന്നെ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് സ്വിച്ച് ചെയ്തു. ഇവിടെ ആരുമില്ല, ഇവിടെ ആരും ഇരിക്കില്ല. മേ ബി അവിടെ ആരും ഉണ്ടാവില്ല, തിരക്കുറവായണ്ടേ. പിന്നെ വേറെ കാര്യം, ഞാൻ ലൗഞ്ച് ആക്സസ് നടന്ന് നോക്കി. 2 ലൗഞ്ചിൽ പോയി. പക്ഷെ അവിടെ ബിസിനസ് ക്ലാസ്സിനെ മാത്രമേ എടുക്കൂ. നമ്മൾ ലോക്കലല്ലേ, അതുകൊണ്ട് ലോക്കൽസിന് ഇല്ലയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. നമുക്ക് പേടിയില്ലാത്തതുകൊണ്ട്. ഇവിടുന്ന് ഇനി ആംസ്റ്റർഡാമിലേക്ക് എനിക്ക് 9 മണിക്കൂറാണ് യാത്ര. 9 മണിക്കൂർ. പിന്നെ അവിടെ നിന്ന് ഒരു 3 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. അവിടെ നിന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് നമുക്ക് അടുത്ത ഫ്ലൈറ്റ് കയറാം. അടുത്ത ഫ്ലൈറ്റ് 9 മണിക്കൂറും 10 മിനിറ്റും ഉണ്ട്. നൈസാണ്. ഇവിടെ വലിയ സ്ക്രീനൊന്നുമില്ല, ചെറിയ സ്ക്രീനാണ്. ഇവിടെ അത്യാവശ്യം സിനിമകളും പരിപാടിയൊക്കെ കിട്ടും. നോക്കാം നമുക്ക്. സിനിമയൊന്നും കാണുന്നില്ല. ഞാനിപ്പോൾ മിക്കവാറും കിടന്നുറങ്ങും കേട്ടോ. ബോർഡിംഗ് പാസിൽ 9 മണിക്കൂർ കാണിക്കേണ്ടായിരുന്നു. ആക്ച്വലി നേരത്തെ എത്തും കേട്ടോ. നൈസ് ഗൈസ്. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഇവിടെ ആരുമില്ല, അവിടെ ആരുമില്ല. ഞാൻ കുറച്ച് കഴിയുമ്പോൾ അവിടെ പോയി ഇരിക്കും. ഇതിപ്പോൾ ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ കുറച്ചും കൂടി വെയിറ്റ് ചെയ്തിട്ട് ആരും വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് ഈ കാഴ്ചയും കണ്ട് പോവാം. പിന്നെ അവിടെ എയർ ഫ്രാൻസ് ആണെന്ന് തോന്നുന്നു. എയർ ഫ്രാൻസ് ഉണ്ട്. ഇത് KLM. അവിടെ ഒരു കുഞ്ഞ് യുണൈറ്റഡ് എയർലൈൻസ് ഉണ്ട്. നമ്മുടെ ആദ്യത്തെ മീല് കിട്ടി. ഒരു പാസ്ത കേട്ടോ, പാസ്ത. ഇത് ചെറിയ ബ്രെഡിൻ്റെ കഷ്ണം. പിന്നെ അങ്ങനെ സന്ധ്യയായി തുടങ്ങി. നല്ല കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട്, വലുതായിട്ട് കാഴ്ചകൾ കാണാനൊന്നുമില്ല, എന്നാലും കണ്ടുകൊണ്ട് തിരക്കില്ലാത്ത ഒരു യാത്ര.
നല്ല ഉഷാറ്. ഫ്ലൈറ്റിലൊക്കെ അത്ര കിട്ടുള്ളൂ. ഫുള്ള് ഇരുട്ടാട്ടോ. നമ്മളിവിടെ നിന്ന് തുടങ്ങി, ഹ്യൂസ്റ്റണിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് എത്താറായി ആംസ്റ്റർഡാമിൽ. ഇനി ഇവിടുന്ന് ഒരു മണിക്കൂറും കൂടി യാത്ര. കൃത്യം 1 മണിക്കൂറും കൂടി ആയിക്കഴിഞ്ഞാൽ എത്തും. പിന്നെ അവിടുന്ന് 3 മണിക്കൂർ കഴിഞ്ഞ് അങ്ങനെ ആംസ്റ്റർഡാം എത്തി. ഇറങ്ങാൻ പോവാണ്. അവിടെ പോയിട്ട് ഇനി ഒരു 3-4 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് മെല്ലെ റിലാക്സ് ചെയ്ത് പോവാം. പിന്നെ ലൗഞ്ച് ആക്സസ് കിട്ടുമെന്ന് നോക്കാം നമുക്കിവിടെ. അങ്ങനെയാണ് കിടന്ന് ഉറങ്ങാൻ കുറച്ച് നേരം. എനിക്ക് ഉറക്കം ഭയങ്കര വീക്ക്നെസ് കേട്ടോ. ഐ ലൈക്ക് ഇറ്റ്. 40 മിനിറ്റ് മുന്നേ ലാൻഡായി. യൂഷ്വലി ഒരു 9 മണിക്കൂറൊക്കെ എടുക്കുന്ന ട്രാവലാണ്. ഇന്ന് നേരത്തെ ലാൻഡായി. അത് ചിലപ്പോൾ ഓൺലൈനിൽ വെറുതെ കാണിക്കുന്നതായിരിക്കും, ജസ്റ്റ് ഫോർ സേഫ്റ്റി. അപ്പോൾ നമുക്ക് ആംസ്റ്റർഡാമിൽ ഇറങ്ങാം. ഐ മീൻ എയർപോർട്ടിൽ ഇറങ്ങാം. എൻ്റെ ബോർഡിംഗ് പാസിൽ ആംസ്റ്റർഡാമിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ഗേറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ പോയി ഇമിഗ്രേഷൻ്റെ അതിലൂടെ പോയി സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിയേണ്ടി വരും മിക്കവാറും. കാരണം ബാക്കിയെല്ലാ ഗേറ്റ് ഇവിടെ തന്നെ ഉണ്ട്. D10 to 31 മനസ്സിലായോ. പിന്നെ സർവീസ് ട്രാൻസ്ഫർ നമുക്ക് ഇവിടുന്ന് ചെയ്യാം. ഗെറ്റ് യുവർ ബോർഡിംഗ് പാസ്. യെസ്, ടച്ച് ടു സ്റ്റാർട്ട്. ലോഡാവും. ഇംഗ്ലീഷ് ബോർഡിംഗ് പാസ്. വുഡ് യു ലൈക്ക് ടു ഫൈൻഡ് യുവർ ബുക്ക്? ഓക്കെ, നമുക്ക് സ്കാൻ ചെയ്യാം. യെസ്, ദിസ് ഇസ് ലോയൽറ്റി പ്രോഗ്രാമോ? ഒന്നുമില്ല. ബോർഡിംഗ് പാസ്. ഇപ്പോൾ ഇവിടുന്ന് പ്രിൻ്റ് ചെയ്യുന്ന ബോർഡിംഗ് പാസിൽ ചിലപ്പോൾ ഗേറ്റ് നമ്പർ ഉണ്ടാവും. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ. കണ്ടാ, E18. ഓക്കെ, ഗുഡ്. അപ്പോൾ ഇനി ഈ ടെർമിനലിലേക്ക് നമുക്ക് പോകണം. നോക്കാം. പക്ഷെ വലിയ തിരക്കില്ല കേട്ടോ. കമ്പാരിറ്റീവ്ലി ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുന്ന വെച്ച് നോക്കുമ്പോൾ ഇത് തിരക്ക് കുറവാണ്, വളരെ കുറവാണ്. നല്ല കാര്യമായി അത്. ഞാൻ ഈ ടെർമിനലിലേക്ക് പോകാം. സെക്യൂരിറ്റി ചെക്ക് മിക്കവാറും ഉണ്ടാവും. അതും കൂടി കഴിഞ്ഞിട്ട് ലോഞ്ച് ആക്സസ് നോക്കാം. എൻ്റെ ഊഹം തെറ്റായിരുന്നു ഗൈസ്. ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ ഇമിഗ്രേഷൻ പരിപാടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഈ 6 വരെ എത്തി. ഈ 18-ൻ്റെ ഉള്ളിൽ ഇനി ഒരു പിന്നെ എന്താ പറയുക, സെക്യൂരിറ്റി ചെക്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇവിടെ എത്താറായി എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം, നടന്ന് നോക്കാം. എന്നാലും എനിക്ക് പറയാൻ പറ്റും. ആക്ച്വലി ഇപ്പം 7:45 ഇവിടുത്തെ സമയം, ലോക്കൽ ടൈം. ഓക്കെ, എനിക്ക് അടുത്ത ഫ്ലൈറ്റ് 10:50 അല്ല, ചിലപ്പം ആ ഒരു ടൈമിലാണ് എൻ്റെ അടുത്ത ഫ്ലൈറ്റ്. നമുക്ക് ഏകദേശം ഒരു 3 മണിക്കൂർ ടൈമുണ്ട്. അപ്പോൾ ആ 3 മണിക്കൂർ ടൈമിൽ നമുക്ക് ലൗഞ്ച് കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ലൗഞ്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അവിടെ ഫ്രീ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫ്രീ ഫുഡിൻ്റെ അല്ല, നമുക്ക് ആ ലൗഞ്ച് എക്സ്പ്ലോർ ചെയ്യാം. അതൊന്ന് കാണാം. കിട്ടുമെന്ന് അറിയില്ല. അതിൻ്റെ ഉള്ളിൽ തിരക്കനുസരിച്ചാണ് കിട്ടുക. നമുക്ക് നോക്കാം. നമുക്കിവിടെ പ്രയോറിറ്റി പാസ് നോക്കാമല്ലോ. ആംസ്റ്റർഡാം ഡിപ്പാർച്ചർ ഹാൾ 1 or 2 അതെങ്ങനെ ഇപ്പോൾ കണ്ടുപിടിക്കും? ബോർഡിംഗ് പാസിലുണ്ടാവുമല്ലോ. ടെർമിനലായിരിക്കും ഉദ്ദേശിച്ചല്ലേ. വ്യൂ മാപ്പ് നോക്കാമല്ലോ. ഞാനിവിടെയാണ്. ഓക്കെ, ഇതാണ് നമ്മളെ ഗേറ്റ് കേട്ടോ. ഇതാണ് E18. സെക്യൂരിറ്റി ചെക്കും പരിപാടിയൊന്നുമില്ല, അതുകൊണ്ട് സെറ്റ്. പിന്നെ നമ്മളിപ്പോൾ ഇതെന്ത് മാറിക്കൊണ്ടിരിക്കണത്? എന്താണിത്? ATM? ഞാൻ ATM നോക്കിയില്ല. ഈ ഒരു പോയിൻ്റുണ്ട്, 2 ഏതൊക്കെയുള്ളത് നോക്കാലോ. PRM ലൗഞ്ച്, പിന്നെ ഉള്ളത് പ്രീമിയം ക്ലബ് ലൗഞ്ച്. ഇതും പ്രീമിയം ആണല്ലോ. ഓക്കെ, നമുക്ക് പോയി നോക്കാം. അവിടെ പോയിട്ട് പ്രയോറിറ്റി പാസ് എടുക്കുമെങ്കിൽ സെറ്റ്. അത് കാണിച്ച് കഴിഞ്ഞാൽ എടുക്കുമെങ്കിൽ സെറ്റ്, ഇല്ലെങ്കിൽ എന്നാൽ ഗെറ്റ് ഔട്ട് അടിക്കും. എന്നാൽ നമുക്ക് തിരിച്ച് ഗേറ്റിൽ വരാം. ഓക്കെ, ആസ്പയർ ലോഞ്ചിൽ പോയി നോക്കാം നമുക്ക്. ഇവിടുന്ന് മുകളിലൊക്കെ കാണണ്ട, ഫുള്ള് ക്രിസ്മസിൻ്റെ ഡെക്കറേഷനും പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൈസ്, നിങ്ങൾ ഈ സാധനം കണ്ടിട്ടുണ്ടോ ഇൻസ്റ്റാഗ്രാമിൽ? ഈ ഒരു ക്ലോക്ക് ഭയങ്കര ഫേമസ് ആയ സംഭവമാണ് ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ. കണ്ടോ, അതിൻ്റെ ഉള്ളിൽ ഒരാളൊന്ന് പെയിൻ്റ് അടിക്കുന്ന പോലെ കണ്ടോ. ഓരോ മിനിറ്റിലും അയാളത് മായ്ച്ച് പുതിയ സാധനം പെയിൻ്റ് അടിക്കുന്ന പോലെ തോന്നും. കില്ലാടി സാധനം, കില്ലാടി സാധനം. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സാധനം അത്. അങ്ങനെ മുകളിലേക്ക് പോവാം. എയർലൈൻ ലോഞ്ച് 41 അവിടെയൊക്കെ നമുക്ക് പോകേണ്ടത്. നമുക്ക് പോയി നോക്കാം. നമ്മൾ അവിടെ പോയപ്പോൾ അവർ പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഇതെന്താ, 23 ആൾക്കാർ നമ്മളെക്കാൾ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ റിഫ്രഷ് ചെയ്യുമ്പോൾ കുറച്ച് ആൾക്കാർ പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെ പോയി വരുമ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. പോകുന്നതിന് മുന്നേ അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂർ അങ്ങ് നിന്നിട്ട് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. എന്നിട്ട് നമുക്ക് പോകാം. ഗൈസ്, നമുക്ക് 9 ആൾക്കാർ മാത്രമേ ലൈനിലുള്ളൂ. പക്ഷേ ഇതെന്താ, ഞാൻ മക്ഡോണൾഡ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ നടക്കും തോന്നുന്നില്ല. എന്തായാലും നമുക്ക് ലോഞ്ച് ആക്സസ് കിട്ടും എന്ന് തോന്നുന്നു. 9 ആൾക്കാരും കൂടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി നോക്കാം. ഗൈസ്, നമുക്ക് ലോഞ്ച് ആക്സസ് കിട്ടി. പിന്നെ ഇവിടെ എല്ലാം വലിയ സുഖമൊന്നുമില്ല.
സത്യസന്ധമായിട്ട് പറയണം, അടുത്തടുത്ത ആൾക്കാരുണ്ട്, അവരെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ വ്യൂ കിട്ടി, അത് വേറൊരു സത്യം. കണ്ട അവിടെ നിന്ന് ഫ്ലൈറ്റുകൾ വരുന്നു, കേരളത്തിൻ്റെ ഫ്ലൈറ്റുകളുണ്ട്, ഇത് ഡെൽറ്റ ഫ്ലൈറ്റ് ആട്ടാ. ഓബിയസ്ലി അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ കേരളത്തിൻ്റെ ചെറിയ ഫ്ലൈറ്റുകളുണ്ട്. പിന്നെ ഇങ്ങനെ ഇടക്കിടക്ക് ഓരോന്നും പറന്നു പോകുന്നുണ്ട്, അത് നമുക്ക് നോക്കിയിരിക്കാം. ഇപ്പം സമയം ഏകദേശം 9 ഏകദേശമല്ല 9 ആയി. അപ്പോൾ നമുക്ക് ഒരു 9:45 അല്ലെങ്കിൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ പോവാം. 10:50 തോന്നുന്നുണ്ട് ഫ്ലൈറ്റ്. നമുക്ക് ഫ്ലൈറ്റ് കുറച്ചും കൂടെ അടുത്തുനിന്ന് കാണാറാ. എൻ്റെ മോനെ കില്ലടി കേരളം. നമ്മൾ നേരത്തെ അവിടെയായിരുന്നു കേട്ടോ. അല്ല, ആക്ച്വലി അവിടെയല്ല, സോറി മൈ ബാഡ്. എനിക്ക് തെറ്റി കിട്ടിയോ? പക്ഷേ ഞാനിപ്പോൾ തിരിച്ച് ഗേറ്റിലേക്ക് പോകുന്ന വഴിക്ക് സ്റ്റോപ്പ് ചെയ്യുന്നുള്ളൂ. ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ വേണ്ടി പോകണേ. അപ്പോൾ ഇനി ബാംഗ്ലൂർ എത്തിയിട്ട് കാണാം. 10 മണിക്കൂർ ഫ്ലൈറ്റാണ്. സീ യു സൂൺ ഗൈസ്. ഞാനങ്ങനെ ബാംഗ്ലൂർ എയർപോർട്ടിൽ ലാൻഡായി. ഞാൻ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടുകൂടി ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വ്ളോഗ് എന്തായാലും കാണും. അടുത്ത വ്ളോഗ് നിങ്ങൾക്കൊരു സർപ്രൈസാണ്, ഫാമിലിക്ക് ഒരു സർപ്രൈസാണ്, കസിൻസിന് ഒരു സർപ്രൈസാണ്, എല്ലാവർക്കും ഒരു സർപ്രൈസാണ്. ഓക്കെ, എനിക്കൊരു സർപ്രൈസാണ് കുറച്ച്. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഞാൻ തുടങ്ങും. അതോടുകൂടി സർപ്രൈസ് നിങ്ങൾ അടുത്ത വീഡിയോൻ്റെ ടൈറ്റിലും തമ്മിലും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും അടുത്ത വീഡിയോ ആണ് സർപ്രൈസ്. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺ. യാത്രയൊക്കെ സുഖമായിരുന്നു. പെട്ടെന്ന് തന്നെ കിട്ടി, വലിയ വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു. എൻ്റെ ഫോൺ ഇവിടെ വന്നപ്പോൾ ചാർജ് തീർന്നുപോയി, അങ്ങനത്തെ ഒരു ചെറിയ വിഷയം. അത് ഡീലാക്കി, ഓൾ സെറ്റാണ്. ഞാൻ പുറത്തിറങ്ങി, അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അവരെ കണ്ടിട്ട് നമുക്ക് പുറത്ത് പോവാം. ഓക്കെ, അത് അവരെ കണ്ടിട്ടില്ല. ഞാൻ വ്ളോഗ് ഇവിടെ വെച്ച് എൻ്റെ ചെയ്യാം, എന്നിട്ട് അടുത്ത വീഡിയോയിൽ അവരെയും കൂടി കാണിക്കാം. ശരി, അപ്പോൾ ഈ വീഡിയോ എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബാക്ക് ഓൺ വ്ളോഗിങ് ആണ് ഇനി കുറച്ച് നാൾ. ഇനി അത്യാവശ്യം വ്ളോഗുകൾ വരും. സ്റ്റേ ട്യൂൺ. അടുത്ത വീഡിയോ കാണാൻ മറക്കല്ലേ.